കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വെള്ളമില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ആയിരക്കണക്കിന് രോഗികളാണ് പ്രതിസന്ധിയിലായത്. ടാങ്കറിലെത്തിച്ച വെള്ളം ബക്കറ്റുകളിൽ ശേഖരിച്ച് വാർഡിലെത്തിച്ചാണ് രോഗികൾ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കുന്നത്. ഇന്നലെ ഉച്ച മുതലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുടിവെള്ളക്ഷാമം നേരിട്ടു തുടങ്ങിയത്. പൈപ്പ് ലൈൻ നവീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ വെള്ളക്ഷാമം നേരിട്ടേക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാവിലെ വെള്ളപ്രശ്നം പരിഹരിക്കുമെന്നായിരുന്നു ഇന്നലെ അറിയിച്ചിരുന്നത്. എന്നാൽ രാവിലെയും പൈപ്പിൽ വെള്ളം എത്താതായതോടെ ആയിരക്കണക്കിന് രോഗികൾ പ്രതിസന്ധിയിലായി. ബാത്റൂമിൽ പോകാനും ഒന്നിനും ദരിദ്ര ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കുറച്ച് വെള്ളമില്ല. നാളെ ക്യൂ ആയിട്ട് നിന്നിട്ട് അഥവാ ലോറി വന്നാൽ കിട്ടുന്ന വെള്ളമുള്ളൂ. അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. ഇവര് എന്തെങ്കിലും ഒരു പരിഹാരം എടുക്കണ്ടേ? ഇനി ഒരു പരിഹാരവും എടുക്കുന്നില്ല. ഇന്ന് നേരം വെളുത്ത് സമയത്തിലായി, അതിനൊരു പരിഹാരം കാണണ്ടേ? ടാങ്കറിൽ വെള്ളം എത്തിച്ചെങ്കിലും രോഗികളുടെ ദുരിതത്തിന് അറുതിയായില്ല. ബക്കറ്റ് വാങ്ങി അതിൽ വെള്ളം വാർഡുകളിൽ എത്തിച്ചാണ് പലരും പ്രാഥമിക കാര്യങ്ങൾ തന്നെ നിർവഹിച്ചത്. പൈപ്പ് ലൈൻ പണി നടക്കുന്നതറിഞ്ഞിട്ടും ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ ബദൽ സൗകര്യം ഒരുക്കാഞ്ഞതാണ് പ്രതിസന്ധിയായത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.